4 കോടി കിട്ടാനുണ്ട് ഈ പറയുന്ന ഊരാളുങ്കലിന് കിട്ടാനുള്ള പൈസയും 4 കോടിയാണ്. അപ്പോൾ ഊരാളുങ്കലാണ് ഈ പറയുന്നത്. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ടല്ലോ, ഈ പാട്ടിൻ്റെ പരിപാടി, ഈ പറയുന്ന സാംസ്കാരിക പരിപാടിക്കായിട്ട് എസ്റ്റിമേറ്റായി 2 ലക്ഷം രൂപയാണ് അതിലേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന നന്ദ ഗോവിന്ദൻ അല്ലേ, ആ ടീം അവർ ഭയങ്കര ഹിറ്റാണ്, അപ്പോൾ അവരെ പരിപാടി വേണമെന്ന് ആഗ്രഹിക്കുന്നു, അവരെ സമീപിക്കുന്നു. അപ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഡേറ്റ് ഇല്ല, ആ ദിവസം അവർക്ക് പരിപാടി നടത്താൻ ഡേറ്റ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ആ പേര് അവിടെ കിടക്കുകയാണ്, അത് മാറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത ആളെ വൈക്കം വിജയലക്ഷ്മിയെ സമീപിക്കുന്നു. വൈക്കം വിജയലക്ഷ്മിക്കും സമയമില്ല എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇഷാൻ ദേവിനെ സമീപിക്കുന്നത്. ഇഷാൻ ദേവിൻ്റെ പരിപാടിക്ക് മാത്രമായിട്ട് 8 ലക്ഷമായി എന്നാണ് പറയുന്നത്. ഇഷാൻ ദേവിൻ്റെ പരിപാടി നമ്മളൊന്ന് പരിപാടി 8 ലക്ഷമായി എന്ന് പറയുന്നു. 8 ലക്ഷം പോയി എന്ന് പറയുന്നത് ഊരാളുങ്കൽ തന്നെയാണ് പറയുന്നത്. 8 ലക്ഷം പോയിട്ടുണ്ടെന്ന് ഊരാളുങ്കലിലെ ആളുകളെ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഹെഡിൽ ഈ പറയുന്നത് 8 ലക്ഷം എന്നാണ്, ആക്ച്വൽ ബില്ല് 8 ലക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക്. പിന്നെ ഈ പറയുന്ന പല കണക്കും 8 കോടി എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ 8 കോടി എന്ന കണക്ക് എവിടെ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന 4 ദശാംശം എത്രയായിരുന്നു? 3 കോടി 40 ലക്ഷം അല്ലേ? 3 കോടി 40 ലക്ഷം ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു പറയുന്നു. തിരിച്ചടച്ചു എന്ന് പറയുന്നു. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. ആ കണക്കുകൾ എവിടെയാണ് ബോധിപ്പിക്കേണ്ടത്? കോടതിയോട് പറയുന്നേ. കോടതിയിൽ ഇനി പോയി എന്താണ് പറയാൻ പോകുന്നത്? കോടതിയിൽ ഈ 10 ദിവസം കൊടുത്തിട്ടുണ്ടല്ലോ, 10 ദിവസം കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് പറയാൻ പോകുന്നത് സ്പെഷ്യൽ കമ്മീഷണർ കളവ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിതാ ശരിയായ കണക്കുമായിട്ട് വരുന്നു എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. ഇനി പോട്ടെ, ഇനി 17-ാം തീയതി ദേവസ്വം ബോർഡ് ഒരു യോഗം വിളിച്ചിരിക്കുക, പൈസ കിട്ടാനുള്ള അവരുടെ യോഗം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു യോഗം വിളിക്കുന്നത്? ഇത്രയും തുകയുള്ളെങ്കിൽ ആ യോഗം എന്തിനാണ് വിളിക്കുന്നത്? അവിടേക്ക് ഊരാളുങ്കലെയും വിളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഹോട്ടൽ ഉടമകളെയും, പൈസ കിട്ടാനുള്ള ഹോട്ടൽ ഉടമകളെയും വിളിച്ചിട്ടുണ്ട്, പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്കുകൾ 17-ാം തീയതി സെറ്റിൽ ചെയ്യാൻ വിളിക്കുന്നു. ഇനി എല്ലാം പോട്ടെ, ഈ 5 കോടിയിൽ ഒതുക്കണം എന്നുള്ളതാണ് ജയകുമാർ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒതുക്കിയേക്കണം. ഈ പറയുന്ന പരിപാടികൾ നടക്കില്ല എന്ന് അദ്ദേഹം കർശനമായ തീരുമാനം എടുക്കുകയാണ്. ഇനി കണക്കൊപ്പിക്കണമെന്നേ. കണക്കൊപ്പിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ വ്യക്തതയില്ലാതെ പെരുമാറുന്നത് ഉത്തരവാദപ്പെട്ട സർക്കാരും ഉത്തരവാദപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി എന്നേ.